ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്, അതായത് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പെന്ന് ആദ്യം പറഞ്ഞു, പൈസ ചെലവാണ്, അധ്വാന ചെലവാണ് എന്ന് പറഞ്ഞു. അവസാനം നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അത് ജോസഫ് വിഭാഗത്തിൽ ഇപ്പോൾ അത്ര പ്രവർത്തിക്കാതിരുന്ന ഒരു നേതാവിനെ നിങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ കണ്ടെത്തിക്കഴിഞ്ഞ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വികസനമാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമെന്ന്. പക്ഷെ അവിടെ എത്തിയിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു തൻ്റെ അച്ഛൻ്റെ പ്രസംഗം ഇവിടെ വോട്ടാകുമെന്ന്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ എന്താണ് പ്രചാരണത്തിൽ കൊണ്ടുവരുന്നത്? അല്ല, ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയം എന്നുള്ളത് മാത്രമല്ലോ വിവിധ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഒരു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ വിഷയങ്ങളായിട്ട് വരും. തീർച്ചയായിട്ടും വികസിത കേരളം എന്നുള്ളത്, വികസിത നിലമ്പൂർ എന്നുള്ളത് സംസ്ഥാന BJP ഒരു ക്യാമ്പയിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിലൂന്നി തന്നെ മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷയത്തിനെ അദ്ദേഹം വർഗീയത പറഞ്ഞു എന്ന് സ്മൃതി ആവർത്തിച്ച് പറയുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ അതൊരു വർഗീയ വിഷയമായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നുള്ളത് ആശ്വാസ്യമായ ഒരു കാര്യവും തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് SNDP എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുമ്പോൾ അവരുടെ പഠനത്തിൽ അവർക്ക് നേരിട്ടിട്ടുള്ള വിവേചനം, ഉദാഹരണം എയ്ഡഡ് സ്കൂളുകളുടെ വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്, മറ്റ് പല വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്, അവർക്ക് നേരിട്ടിരിക്കുന്ന അവഗണനയെ കുറിച്ചിട്ടാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിനകത്ത് വർഗീയത തോന്നുന്നതാണ്. മറ്റൊരു ജില്ലയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വർഗീയത തോന്നില്ല. ഉദാഹരണം തിരുവനന്തപുരം ജില്ലയെ കുറിച്ചിട്ടാണ് പറയുന്നത്, തിരുവനന്തപുരം നഗരത്തെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് വർഗീയത തോന്നില്ല. പകരം നിങ്ങൾ അതിന്റെ പിറകെ പോയത്, നിങ്ങൾ പറഞ്ഞേനെ തിരുവനന്തപുരം നഗരത്തിലെ നായന്മാരാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് തന്നെ നായന്മാർ എന്താണ് മനുസ്മൃതി നടപ്പിലാക്കാൻ നോക്കുകയാണ്, ഫാസിസം നടക്കാൻ നോക്കുകയാണ്, സവർണ ഫാസിസമാണ്, അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ് എന്നുള്ള നിലപാടിലേക്ക് നിങ്ങൾ പോയനെ. മലപ്പുറം ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതൊരു വർഗീയതയായിട്ട് തോന്നുന്നു, അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എത്രയോ CPM പറയുന്നത് ഒരേ കാര്യം എന്നാണോ താങ്കളുടെ വാദം? അല്ല, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് CPM പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നാളെ മാറ്റി പറയേണ്ട സാഹചര്യമുണ്ട്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അതിപ്പോൾ CPM പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞാലും അത് ശരി തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സമുദായ സംഘടനയെ നയിക്കുന്ന ഒരാളാണ്, ആ സമുദായത്തിന് വിവേചനം നേരിടുന്നു എന്നുള്ളതാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ഒരുപാട് സമുദായ സംഘടനകൾ തങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, ഇന്ന പ്രദേശത്തെത്തുമ്പോൾ ഞങ്ങൾ തഴയപ്പെടുന്നു, മറ്റു ചിലർക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ഹിന്ദുവിലെ തന്നെ മറ്റൊരു ജാതിക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതൊരു വർഗീയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പലരെയും സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ ജാതി തിരിഞ്ഞ് തമ്മിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് എന്ന് കരുതുന്ന തരത്തിലുള്ള സാമൂഹ്യ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് വെള്ളാപ്പള്ളി പറഞ്ഞു വന്നത് മലപ്പുറത്തെ കുറിച്ചായി പോയി എന്നുള്ളത് കൊണ്ടും അവിടെ ഒരു പ്രത്യേക വിഭാഗം മതസമൂഹമാണ് ഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ടും മാത്രമാണ് പലരെയും വേദനിപ്പിക്കുന്നത്. അപ്പൊ ആ വേദനയുടെ പുറത്ത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ തന്നെയാണ്. ആ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അപ്പോൾ നിങ്ങൾ വർഗീയതയും ഈ പറയുന്ന വർഗീയതയും വികസനവും സമാസമം ചാലിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ രീതിയിലേക്ക് നിങ്ങൾ കടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.